നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു പുതിയ ഡെക്ക് കിട്ടിയതാണ്. അതിൽ കുറച്ച് ഇങ്ങനെ മെസ്സേജസ് ആയിട്ട് ഒരു ഒരു ഡിഫറെൻറ്റ് കാർഡാണ്. കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. ഓക്കെ, ഇതിലെന്തൊക്കെയോ മെസ്സേജസ് ആണ്, പേഴ്സൻ്റെ മെസ്സേജസ് പോലെയാണ്. ഇതിൽ ഞാൻ നോക്കാൻ പോകുന്നത്, ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പേഴ്സണിനോട് എന്താ പറയാനുള്ളത് രണ്ടും നോക്കാം. ഓക്കെ, രണ്ടും ഇതേ ഡെക്ക് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ റൊമാൻസ് ഏഞ്ചൽസിനെ കുറച്ച് അഡ്വൈസ് കൂടി എടുക്കാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സൺ ഓരോ കാർഡായിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, അത് നന്നായി ഷഫിൾ ചെയ്ത് വെച്ചിട്ട് ഒരു കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്ത് പറയുന്നു, ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് എന്ത് പറയുന്നു, രണ്ടും നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് ആദ്യം നോക്കാം. ഫേസ് വാട്ട്സ് ഹിഡൻ, ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടാവാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ പലതും മറക്കുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തുനിന്ന്. ഓക്കെ, ഇപ്പോൾ അവർ ആക്ച്വലി ആ ട്രൂത്ത് അവർ ഫേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മേ ബി അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ചില ബിഹേവിയർ, അവരുടെ ചില സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് മറച്ചത്. ഓക്കെ, അതിനെല്ലാം അവർ തന്നെ ഇപ്പോൾ ഫേസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്. യൂണിവേഴ്സ് അവരോട് പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ഫേസ് ചെയ്യണം എന്ന രീതിയിൽ. അതിപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും തെറ്റുകളായിരിക്കാം, നിങ്ങളോട് ഫീലിങ്സ് ചെറിയലായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തതായിരിക്കാം, കമ്മിറ്റ്മെൻറ്റ് തരാത്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അടുക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നത്, അതിൻ്റെ ഒരു റീസൺ, അവോയ്ഡിങ്ങിൻ്റെ ഒരു റീസൺ, അങ്ങനെ പലതും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായ കാര്യങ്ങൾ. ഓക്കെ, അതിനെ അവരിപ്പോൾ ഫേസ് ചെയ്യേണ്ട ഒരു സമയം വന്ന് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യൂണിവേഴ്സ് അവരോട് അത് മേ ബി യൂണിവേഴ്സ് അവരെ കൊണ്ട് ഇപ്പോൾ അത് ഫേസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇത് നിങ്ങൾ പേഴ്സണോട് പറയുന്ന മെസ്സേജ്. ആക്ച്വലി ഇത് നിങ്ങളോട് പറയുന്ന പേഴ്സൺ പറയുന്നത്, ഞാൻ സത്യങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, എൻ്റെ തന്നെ മിസ്റ്റേക്സ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഓക്കെ, ashes of hurt, fresh dreams are waiting to be born. ഓക്കെ, ഇവിടെ നിങ്ങൾ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കും അറിയാം ദാറ്റ് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട്. ബട്ട് എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ വീണ്ടും അവർക്ക് ഒരു അവസരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഹേർട്ട് ആയിട്ടുണ്ട്. ആ ഹേർട്ടിൻ്റെ ആഷസ്, അതായത് നമ്മൾ ചാരം എന്ന് പറയില്ലേ, നമുക്ക് കത്തുന്ന ചാരമൊക്കെ ഉണ്ട് ഇവിടെ, കത്തുന്നുണ്ട് ഇവിടെ. സോ അതിൻ്റെ ചാരം വളമായിട്ട് വീണ്ടും പുതിയ ഫ്രഷ് ഡ്രീംസ് വരും എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് നിങ്ങൾ ആ പേഴ്സണോട് പറയുന്നുണ്ട്. അവരും ഐ തിങ്ക് അവർ ചെയ്ത മിസ്റ്റേക്സ് അവർ ഫേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ അതിന് അവസരം കൊടുക്കാൻ തയ്യാറായിട്ടുമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, forgive what you didn't know, you are still learning. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവനവനെ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം അവർ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്സ്, അവർ പലതും ചെയ്ത തെറ്റുകളുണ്ട്. പക്ഷെ എപ്പോഴും അവർക്കൊരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദാറ്റ് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായി കാണും. ഇപ്പം അവർ ആ സത്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് അറിയുന്നുണ്ട് ദാറ്റ് ഞാൻ ചെയ്ത തെറ്റായി പോയി എന്ന്. ആദ്യം അവർ പക്ഷെ അവനവനെ ആണ് മാപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, കാരണം എപ്പോഴും അവനവനെ നമ്മൾ മാപ്പ് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നെ സ്വയം നമ്മൾ അവനവനെ കുറ്റപ്പെടുത്തും അല്ലേ. അപ്പോൾ ഇപ്പോൾ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയുന്നത്. ഞാനിപ്പോൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യം ഞാൻ എന്നെ തന്നെ മാപ്പ് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ എന്നെ ബെറ്റർ ആക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക്. ഓക്കെ, അവനവൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അവർ തിരുത്താൻ ശ്രമിക്കും എന്ന രീതിയിലാണ് ഇവിടെ. ഇൻ സ്റ്റിൽനെസ് യു റീക്ലെയിം യുവർ പവർ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ അല്പം കാമാണ്, നിങ്ങൾ വളരെയധികം ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒന്നിനും കൂടുതൽ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ എനിക്ക് കാണുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം ശാന്തമാണ്. ഓക്കെ, ബട്ട് ഇങ്ങനെ ഈ ഒരു എനർജി വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ പേഴ്സൺ അവരവരുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളിപ്പോൾ ചോദ്യങ്ങളില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ചോദ്യമില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അവർ ചേസിങ് ഇല്ല. എന്തോ അവർ എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന രീതിക്ക് വിട്ട പോലെയാണ്. സോ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ പേഴ്സൺ അവനവൻ്റെ ഉള്ളിലുള്ള ആ ഒരു മിസ്റ്റേക്സ് എന്താണ് എന്ന് തിരിച്ചറിയാൻ അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ വളരെ സ്റ്റില്ലാണ്. ആൻഡ് ഇൻ സ്റ്റിൽനെസ് യു റീക്ലെയിം യുവർ പവർ എന്ന് കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ പവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളത് റീക്ലെയിം ചെയ്യുന്നുണ്ട്.
ഓക്കെ, യുവർ സ്പിരിറ്റ് ബ്ലൂംസ് anew each time life challenges you. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് ഇവിടെ ഓരോ നിങ്ങൾ തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, ഓരോ തവണ ഓരോ പ്രോബ്ലം വരുമ്പോഴും എവിടെയോ നിങ്ങൾ ആ ചാലഞ്ചസ് ഫേസ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പ് ബെറ്റർ ആവുകയാണ് എന്ന രീതിക്ക് ആ പേഴ്സണിന് തോന്നുന്നുണ്ട്. ഓക്കെ, ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെറ്റർ ആവുക എന്നാണ് പറയുന്നത്. സോ ആ ബെറ്റർ ആവുമ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. ആ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരിക്കൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫൈറ്റ് ഉണ്ടായി, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, നമ്മൾ തെറ്റി പരസ്പരം അകന്ന് നിന്നു, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായി. ഓക്കെ, അതിനെ വീണ്ടും പക്ഷെ നമ്മൾ മനസ്സിലാക്കി സംസാരിച്ച് വീണ്ടും ഒന്നാവുമ്പോൾ നമ്മളവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും അല്ലേ. ആ തിരുത്തി വീണ്ടും നിങ്ങൾ അടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യുവർ ലവ് പുഷസ് മീ ടു ബി മൈ ബെസ്റ്റ് സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളും ആക്ച്വലി ഒരു ബെറ്റർ പേഴ്സൺ ആവുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വ്യക്തി ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പലതും ചെയ്യാനുണ്ട്, ഞാൻ ബെസ്റ്റ് ആവണം, എനിക്ക് പലതും അച്ചീവ് ചെയ്യാനുണ്ട് എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ്. ഈ പേഴ്സൺ ശരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സെൽഫ് വർത്ത് ആണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക സ്വന്തം കഴിവുകൾ, അങ്ങനത്തെ ഒരു ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ആ പേഴ്സണുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ആ അറ്റാച്ച്മെന്റിൽ ശരിക്കും നിങ്ങൾ അവരെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്ത് പോകും അല്ലേ. അവരെ ഒരു വാക്ക് കേൾക്കാൻ, അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു തോട്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പേഴ്സൺ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്താ ശരിക്കും അങ്ങനെയൊക്കെ അവസരം വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും, ശരിയാണ്. ഓക്കെ, ബട്ട് ആ വിഷമം ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ അനുഭവിച്ച് നിങ്ങൾ അവസാനം എന്താവും ആലോചിച്ച് നോക്കൂ. അവരില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആവാൻ സ്വയം പഠിക്കും അല്ലേ. നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾ അവനവനിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അവനവൻ്റെ വെർത്ത് നിങ്ങൾ തിരിച്ചറിയും. ഈ വ്യക്തി എന്നല്ല, ആരായാലും ലൈഫിൽ നിങ്ങളെ ആരായാലും വേറെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ തനിച്ച് നിൽക്കാൻ പഠിക്കും. ഓക്കെ, തനിച്ച് കാരണം നിങ്ങൾ തിരിച്ചറിയുകയാണ് ദാറ്റ് ഞാൻ തനിച്ചായാലും എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ അങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരികയാണ് ആ പേഴ്സൺ ഈ ഒരു ബന്ധം ചെയ്യുന്നത്. മൈ ലവ് ഇസ് കോൺസ്റ്റന്റ് ത്രൂ ഹൈസ് ആൻഡ് ലോസ്. നിങ്ങളുടെ പേഴ്സൺ അതാ പറയുന്നത്. അവർ എന്ത് തന്നെ അവർ ചെയ്താലും ഓക്കെ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അവർ നിങ്ങളുടെ ഇടയിൽ വിട്ടുപോയാലും ശരി, ഓരോ സീസണാണ് ഇവിടെ കാണിക്കുന്നത്. 4 സീസണിന്റെ കാര്യമാണ് കാണിക്കുന്നത്. വിന്റർ, എന്താ പറയുക, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ എല്ലാം കാണിക്കുന്നുണ്ട്. ഏത് സീസൺ ആയാലും ശരി, അതായത് നല്ല കാലമായാലും ചീത്തകാലമായാലും ശരി, അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നിങ്ങൾക്കുള്ള സ്ഥാനം, ഓക്കെ, അവരുടെ സ്നേഹം അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പുറമേ എന്ത് തന്നെ കാണിച്ചാലും ശരി, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ആണ് അല്ലെ. പുറമേ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ ബാധിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഒരിക്കലും മാറില്ല എന്ന രീതിയിലാണ്. അതാണ് ഏറ്റവും ശരിക്കും ഇവിടെ എന്തൊക്കെ മാറിയാലും നമ്മൾ പറയില്ല, എന്ത് കാലം മാറിയാലും കോലം മാറിയാലും അവരുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള സ്നേഹം അതൊരിക്കലും മാറില്ല. യു ആർ പെർഫെക്റ്റ് ടു മീ ഫ്ലോസ് ആൻഡ് ഓൾ. നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അവർ പെർഫെക്റ്റ് ആളല്ല, അത് നിങ്ങൾക്കും അറിയുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് അതറിയാം. ഓക്കെ, നിങ്ങളും പെർഫെക്റ്റ് അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മുടെ വാല്യൂ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കറിയാം തന്നെ നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സൻ്റെ മിസ്റ്റേക്സ്, അവരുടെ കുറവുകൾ നിങ്ങൾ മാപ്പ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, ആ മിസ്റ്റേക്സോടെയാണ് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യാം. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണോ അങ്ങനെ പെർഫെക്റ്റ് ആണ് എന്നാണ്. അത്രയും നിങ്ങൾ അവരെ അൺകണ്ടീഷണലി നിങ്ങളും സ്നേഹിക്കുന്നുണ്ട് അവരെ. ഓക്കെ, അവരുടെ സ്നേഹവും ഒരിക്കലും മാറില്ല എന്ന് അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹവും അതുപോലെയാണ്. ഓക്കെ, ഐ എം ലേണിംഗ് ടു ഓപ്പൺ മൈ ഹാർട്ട് വൺസ് മോർ. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ മേ ബി പാസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായി കാണാം അവരുടെ ലൈഫിൽ. അതായത് അവർ സ്നേഹത്തിൽ നിന്ന് ഒളിച്ചോടുന്ന തരത്തിൽ, ഓക്കെ, സ്നേഹത്തിനെ പേടിച്ച് മാറുന്ന ഒരു എന്തെങ്കിലും സംഭവങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായി കാണാം. ചിലപ്പോൾ അവർ ചെറുപ്പകാലം തൊട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ലൈക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്നേഹം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച ആരെങ്കിലും അവരെ എന്തെങ്കിലും വേദനിപ്പിച്ച് കാണാം. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അവരുടെ ഒരു ഹാർട്ട് അടഞ്ഞുപോയി എന്ന് പറയാം. ബട്ട് ഇപ്പോൾ അവർ ആ ഹാർട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കാരണം നിങ്ങളുടെ സ്നേഹം അവരെ അത് പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും. ഓക്കെ, ഓപ്പൺ ദെയർ ഹാർട്ട് വൺസ് മോർ. അവർ വീണ്ടും സ്നേഹിക്കാൻ പഠിക്കുകയാണിപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വൺ മോർ.
ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഡിസ്പൈറ്റ് എവറിത്തിങ് ഐ സ്റ്റിൽ ബിലീവ് ഇൻ അസ്, നിങ്ങൾ ആക്ച്വലി ഇതിൽ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പ് ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വന്തം കാര്യമൊക്കെ ചെയ്തൊക്കെ നടക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. ബട്ട് എവിടെയോ നിങ്ങൾ ഇതിൽ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല, മനസ്സുകൊണ്ട് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ പേഴ്സണും ഇല്ല, നിങ്ങളും ഇല്ല. ഓക്കെ, എന്താകുന്നാലും ശരി, വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, എന്ത് ചാലഞ്ചസ് വന്നാലും ശരി, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കിട്ട് പിരിഞ്ഞാലും ശരി, എന്തുണ്ടായാലും ഓക്കെ, നിങ്ങളും ഇതിൽ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ പേഴ്സണും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആൻഡ് യുവർ ലവ് ഹാസ് ചേഞ്ച് മൈ ലൈഫ്. സി, നിങ്ങൾ അവരെ മാറ്റിയെടുത്തു, നിങ്ങൾ ആ പേഴ്സണിനെ മാറ്റിയെടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സ്നേഹം ആ പേഴ്സണിനെ മാറ്റിയെടുത്തിട്ടുണ്ട്, എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയി എന്ന് ഞാൻ ഫുൾ പറയുന്നില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. എങ്ങനെ മനസ്സ്, മേ ബി നിങ്ങൾ അത്രത്തോളം അവരെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, ആക്ച്വലി നിങ്ങൾ അവരെ മിസ്റ്റേക്സ് അടക്കം മനസ്സിലാക്കിയിട്ടാണ് അവരെ സ്നേഹിക്കുന്നത്. ഓക്കെ, അതുപോലെ വേറെ ആരും അത്ര വേഗം ചെയ്യില്ല. അങ്ങനെ ഉള്ള ഒരു വ്യക്തി അവരെ ലൈഫിൽ വന്ന അപ്പോഴാണ് അവർ ശരിക്കും എന്താണ് സ്നേഹം എന്ന് തിരിച്ചറിയുന്നത്. നിങ്ങൾ അങ്ങനെ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ബെറ്റർ ആവണം, ഞാൻ ഇതുപോലെ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് തോന്നി നമ്മൾ മാറാൻ തുടങ്ങുന്നത്. ആ ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അത് വേറെ ആരും ചെയ്തിട്ടില്ല ഇതുവരെ. അവരുടെ ലൈഫിൽ ആരുണ്ടെങ്കിലും ശരി, ആര് വന്നിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ ആണ് ആ പേഴ്സണെ മാറ്റിയെടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് രണ്ടും കൂടി കാണാൻ വേണ്ടി നിൽക്കുക. ഹോപ്പ് ഷേപ്സ് യുവർ ഫ്യൂച്ചർ മോർ ദാൻ പെയിൻ എവർ കുഡ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആക്ച്വലി നിങ്ങൾ ഒരിക്കലും കൈവിടുന്നില്ല ഈ ഒരു ബന്ധത്തിനെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പേഴ്സൺ എത്ര നിങ്ങളെ തള്ളി മാറ്റിയാലും ശരി, അകറ്റാൻ ശ്രമിച്ചാലും ശരി, അവരെന്തൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും ശരി, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹോപ്പ് വെച്ചിട്ടുണ്ട്. ഓരോ കാർഡും അതാ പറയുന്നത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എത്ര പെയിനിൻ്റെയും മേലെ, ഓക്കെ, എത്ര വേദനയുണ്ടെങ്കിലും അതിനും മേലെ ശരിക്കും നിങ്ങളൊരു ഹോപ്പ് വെച്ച്, കാരണം നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട് തെറ്റില്ല, നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, സ്ട്രോങ് കണക്ഷൻ ഉണ്ട്, നമ്മൾ തമ്മിലുള്ള ഫ്യൂച്ചർ ഇനിയും ഇവിടെ പറയുമ്പോൾ ഇത്ര നേരം മഴ പെയ്ത് ഇവിടെ ഇരുട്ട് ഒരു ഇങ്ങനെ മൂടി നിൽക്കുന്നത്, ഇത് എപ്പോൾ വെളിച്ചം വന്നു. ഇതിലുള്ള പോലെ തന്നെ ഒരു സൺറൈസ് ഇവിടെ വെളിച്ചം 5 മണി 6 മണി സംതിങ് ആണ് ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ, അപ്പോഴാണ് ഇത് വെളിച്ചം വന്നത് ഇത്ര നേരത്തിന് ശേഷം. ഓക്കെ, ഇതിപ്പോൾ എത്ര മതി തൽക്കാലം ഈ വെക്കുന്ന. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജ് റൊമാൻസ് ഏഞ്ചൽസിന് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ തെറ്റും കുറ്റങ്ങളും അവർ മനസ്സിലാക്കി അവർ സ്വയം മാറാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ഇതിൽ ആക്ച്വലി ഗിവ് അപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം യൂണിവേഴ്സ് എന്താ പറയുന്നത്. കെമിസ്ട്രി, നിങ്ങൾ തമ്മിൽ വളരെയധികം കെമിസ്ട്രി ഉണ്ട്, വളരെ സ്ട്രോങ് അട്രാക്ഷൻ ആണ്, സ്ട്രോങ് പുള്ളാണ് നിങ്ങൾക്ക് പരസ്പരം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ സാധിക്കില്ല, മാഗ്നറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ്. റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഈ പേഴ്സണിനല്ല. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്ന ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണിന്റെ ലൈഫിൽ വേറെ ആരെങ്കിലും ഒരു എക്സ് ഉണ്ടായിരുന്നാണെങ്കിൽ ഓക്കെ, അതിനെ റിലീസ് ചെയ്ത് കളയാനുള്ള സമയമായി എന്നാണ് കാണുന്നത്. സോ പേഴ്സണിന്റെ ലൈഫിൽ അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടുപോകും. ഓക്കെ, തേർഡ് പാർട്ടി എന്ന രീതിക്ക് എടുത്തോളൂ. തേർഡ് പാർട്ടി അല്ലാതെ എക്സ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സംതിങ് ഒരു തേർഡ് പാർട്ടി വേറെ നിങ്ങളുടെ ഇടയിൽ വേറെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് വിട്ടുപോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണിക്കുന്നത് യൂണിവേഴ്സ്. അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവരത് ട്രൈ ചെയ്യുന്നുണ്ട്, അതിനെ റിലീസ് ചെയ്ത് വിടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവിടെ പാസ്റ്റിൽ ഹേർട്ടായ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ ആ പാസ്റ്റ് അവരെ വിട്ടുകളയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളാണെങ്കിലും ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്, നിങ്ങൾ തമ്മിൽ ഒരു സംസാരം വരും, കമ്മ്യൂണിക്കേഷൻ വരും, നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരങ്ങൾ വരും. പേഴ്സൺ ഹീൽ ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, പേഴ്സന്റെ ഭാഗത്ത് ഐ തിങ്ക് നിങ്ങൾ മനസ്സ് തുറന്ന് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഗിവ് യു റിലേഷൻഷിപ്പ് എ ചാൻസ്, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു അവസരം കൊടുക്കാം എന്നാണ് കാണുന്നത്. ആക്ച്വലി നിങ്ങൾ അതിന് തയ്യാറുമാണ്, പേഴ്സണിൽ ആ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും ഇതിനൊരു അവസരം കൊടുക്കാം. ഫ്രീ യുവർ സെൽഫ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് നിങ്ങൾ പക്ഷെ ഇപ്പോൾ പേഴ്സണിനെ ചേസ് ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. അത് ആക്ച്വലി നല്ലതാണ് ഇവിടെ, കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണിന് ചില റിയലൈസേഷൻസ് വരുന്നത് എന്ന രീതിയിലാണ്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം.
ലാസ്റ്റ് സെപ്പറേഷൻ. യെസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാവാം. അത് പക്ഷേ ഈ ടൈം അപ്പാർട്ട്, ഓക്കെ, ഈ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് നല്ലതാണ്. ബിക്കോസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്ന പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ തയ്യാറല്ല. സോ അതുകൊണ്ട് തന്നെ അവർ അവരവൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ തയ്യാറാണ്. അപ്പോഴേ അവർ മാറുള്ളൂ. ഓക്കെ, ലാസ്റ്റ് കാർഡ് ഞാൻ നിർത്തുകയാണ്. ഫൈനാൻസസ് ആൻഡ് കരിയർ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ പേഴ്സൻ്റെ ലൈഫിൽ ഫൈനാൻസ് അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം നിങ്ങളുടെ ഇടയിലെ തടസ്സങ്ങൾ, അതുകൂടി കാണിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ്. ഓക്കെ, സോ പേഴ്സണിന് സമയം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് എന്നാലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, അവസരം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ഡിപ്പെൻഡൻ്റ് ആയി പോകരുത് നിങ്ങൾ ഒരിക്കലും. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിന്നാൽ മാത്രമേ പേഴ്സൻ്റെ ഭാഗത്ത് ആ ചേഞ്ചസ് വരുള്ളൂ. ഓക്കെ, മനസ്സിലാക്കാൻ രണ്ടുപേരും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്തോ ഒരു ജസ്റ്റ് ഒരു ഫ്യൂച്ചറിൻ്റെ എനർജി എന്ന രീതിക്ക് എനിക്ക് നോക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഐ എം ചൂസിങ് ഹീലിംഗ് ഓവർ ഹേർട്ട്. യെസ്, നിങ്ങളുടെ പേഴ്സൺ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ലൈഫിൽ എന്താണോ അവർ എന്താണോ അവരെ നിങ്ങളുടെ അടുത്ത് വരുന്നതിൽ നിന്ന് തടയുന്നത്, ഓക്കെ, അവരതിനെ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, വൈ കാൺട്ട് യു സീ മൈ ഹാർട്ട്? ഓക്കെ, ആക്ച്വലി നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ ഹാർട്ട് കാണുന്നുണ്ടോ, ഓക്കെ, നിങ്ങളുടെ വേദന കാണുന്നുണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. യെസ്, കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അവർ ഹീലാവുന്നുണ്ട്. ആദ്യം അവർ ഹീലാവണം. ഓക്കെ, അങ്ങനെ ഹീലാവുമ്പോൾ നിങ്ങളും ഹീലാവണം, അത് വേറെ. ഓക്കെ, നിങ്ങളും ഹീലാവണം, നിങ്ങളുടെ പേഴ്സണും ഹീലാവണം. രണ്ടുപേരും ഈ മാറി നിൽക്കുന്ന സമയത്ത് ശരിക്കും ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അവരെ ഹീലിങ്ങിന് നിങ്ങൾ വിട്ടുകൊടുക്കും, നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഹീലാവൂ. ഓക്കെ, നിങ്ങൾ ഈ കോഡിപെൻഡൻസിയിൽ നിന്ന് പുറത്തു വരിക. നിങ്ങൾക്കൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണം, അങ്ങനെ അവരുണ്ടെങ്കിലേ ഞാൻ സന്തോഷമായിരിക്കുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഓക്കെ, ഈ വ്യക്തി വരുമ്പോൾ അവരില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആവണം. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാനുള്ളത് ഇവിടെ. അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് ഒരാൾ നമ്മളെ പിടിച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കലല്ല. ഓക്കെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വരട്ടെ എന്ന രീതിക്ക് മാത്രം. ഓക്കെ, സോ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് നിങ്ങളുടെ ലെസൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലെസൺ എന്താണെന്ന് വെച്ചാൽ സ്നേഹം എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ പഠിക്കുന്നത്. ഓക്കെ, സോ രണ്ടാൾക്കും ഓരോ ലെസൺ ഉണ്ട് ഇവിടെ. എന്തോ എനിക്ക് ഓക്കെ, ഇവിടെ ലാസ്റ്റ് ആക്ച്വലി ഉണ്ടായിരുന്നും കൂടി പറഞ്ഞേക്കാം. ലവ് ഡിസേർവ്സ് അനദർ ചാൻസ് ഉണ്ട്. ഒരു ചാൻസ് കൂടെ കൊടുക്കാമെന്ന് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു. നോ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്യാൻ ബ്രേക്ക് അവർ കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോകാൻ പോകുന്നില്ല. ഓക്കെ, ഈ കണക്ഷൻ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു ഹീലിംഗ് ജേർണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹീലിംഗ് നടക്കുന്നവരെ ഒന്ന് മാറ്റി ഇടയിൽ നിർത്തും. അത് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിച്ചാൽ മാത്രമേ വേറെ ആളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അതുകൂടി ഒരു പോയിന്റാണ്. ആലോചിച്ച് നോക്കൂ. ഇല്ലാതെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ വെറും ഒരു കോഡിപെൻഡൻസി ആയി പോകും. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിച്ചില്ലെങ്കിൽ വേറൊരു വ്യക്തി വന്നിട്ട് വേണം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഡിപ്പെൻഡൻസിയാണ്, അല്ലാതെ അവിടെ ഒരു സ്നേഹമല്ല. ഓക്കെ, അത് ഡിഫറൻസ് മനസ്സിലാക്കാൻ ഞാൻ ഇനി ഒരു ദിവസം ഒരു ഇതായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.